ഒരു വാക്ക് പറയട്ടെ മക്കളെ, പഠിച്ചു മിടുക്കരായി ഉയരങ്ങളിലെത്തി ജോലിയൊക്കെ കിട്ടുമ്പോൾ എന്റെ ഒരു അപേക്ഷയാണ്, ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെങ്കിലും കിട്ടാവുന്ന ജോലിക്ക് വേണ്ടി പോരാടി അതാണ് വാങ്ങുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. അങ്ങനെ കഴിഞ്ഞിട്ട് മാത്രമേ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും പറക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളെ ഈ നിലയിൽ എത്തിച്ച ഇല്ലേ, ഒരുപാട് രാത്രികൾ നിങ്ങളെ ആശുപത്രിയിൽ കാവലിരുന്ന, നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന മന്തിയിൽ 3 ചിക്കൻ പീസ് ഉണ്ടായിട്ട് നിങ്ങൾ ആർത്തിയോടെ തിന്നുന്നത് കണ്ടപ്പോൾ എനിക്കിന്ന് വിശപ്പില്ല, നല്ല ഗ്യാസ് ആണ് എന്ന് പറഞ്ഞ അച്ഛനുണ്ടല്ലോ. അമ്മ പറയാണ്, ഞാൻ പണ്ടേ പൊരിച്ചത് തിന്നാറില്ല, ഞാൻ കറി വെച്ചത് കൂട്ടാറുള്ളൂ. ഈ പൊരിച്ചത് തിന്നാത്തതും ഈ വയറിന്റെ ഗ്യാസും പുത്രസ്നേഹം എന്നാണ് അതിന്റെ പേര്. അത് മക്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതുപോലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളൊരു പരീക്ഷയ്ക്ക് ഫുൾ A+, 9 A+, 10 A+, എത്ര A+ വാങ്ങിയാലും ഏറ്റവും അധികം നിങ്ങളെക്കാളും സന്തോഷിക്കുന്ന ആരാന്നറിയാമോ? മക്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളൊരു പരീക്ഷയ്ക്ക് ജയിച്ചാൽ, നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയാൽ ഇന്ന് ഈ സമ്മാനം വാങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആരാന്നറിയോ? നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. അപ്പൊ നിങ്ങളൊരു പരീക്ഷയ്ക്ക് ജയിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണ്? അച്ഛനും അമ്മയും. അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ തോറ്റുപോയാൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നവരാണ് അച്ഛനും അമ്മയും. അപ്പോൾ അവർ പറയുന്ന വഴക്ക് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അതിന് പിണങ്ങുകയും നാട് വിട്ടുപോവുകയും ഇപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് പറയോ, വെറുപ്പിക്കുക എന്ന് പറയോ? ഇല്ലല്ലോ.